ഫോർമുല 1 ചാമ്പ്യൻഷിപ്പുകൾ സ്ഥിരമായി കാണുന്ന ഒരാളോട് ഫെറാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഫോർമുല 1 ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് മെക്ലാരൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ 765 LT എന്ന് പറയുന്ന മോഡലിൻ്റെ കൂടെ നമ്മളിപ്പം ഉള്ളത് സ്റ്റോബീസ് മോട്ടോഴ്സിലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെക്ലാരൻ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ 765 LT എന്ന് പറയുന്ന മോഡലിൻ്റെ വിശേഷങ്ങൾ, പ്രത്യേകതകൾ, ഇതിനകത്തുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങൾ, കുറച്ച് ചരിത്രം, വർത്തമാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും അവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള പെർഫോമൻസ് കാറുകളിൽ കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ് ഫ്രണ്ട് ഫേഷ്യയാണ് മെക്ലാരൻ മോഡലുകൾക്കുള്ളതെന്ന് പറയാം. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന പോലത്തെ ലിപ്പ്, അതൊരു ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മെക്ലാരൻ ലോഗോ കാണാം. അതിൻ്റെ മുകളിലൊരു മൂവ് ഫോർവേഡ് പോലത്തെ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ പാറ്റേൺ ശരിക്കും നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം. അതായത് ഒരു ഹെഡ്ലാമ്പിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ ഇവിടെ നമുക്ക് ആ ഒരു മൂവ് പോലത്തെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതാണ് ഇൻഡിക്കേറ്ററും DRL യൂണിറ്റും വന്നിട്ടുള്ളത്. ഉള്ളിലാണ് ഹെഡ്ലാമ്പ് യൂണിറ്റ് വന്നിട്ടുള്ളത്. ഐസ് ക്യൂബ് ടൈപ്പിലാണ് ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഏതോരം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മെക്ലാരൻ ലോഗോ ഇല്ല, ശരിക്കും ഈ സൈഡല്ല അപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു മൂവ് ഫോർവേഡ് എന്നുള്ള രൂപത്തിൽ കാണാം. ഇത് ശരിക്കും വെന്റിലേറ്റഡ് ആണ്, വെന്റിലേഷൻ ഭാഗങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു വെന്റിലേഷൻ ഭാഗം കാണാം. അത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് കൊടുത്തത്. അതുപോലെ തന്നെ എയർ സ്കൂപ്പും കാര്യങ്ങളൊക്കെ ശരിക്കും എയറോഡൈനാമിക്സത്തെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് കൊടുത്തത്. ഇതൊക്കെ ആ ഒരു ലിപ്പ് ഭാഗത്ത് തടഞ്ഞു നിർത്താതെ എയറിനെ പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലാമ്പിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് എയർ സ്കൂപ്പും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇത് നോക്കിയാൽ, അതായത് നമ്മുടെ വൈപ്പർ ശരിക്കും വളഞ്ഞു നിൽക്കുന്ന, അതിനകത്തും വേണമെങ്കിൽ ആ ഒരു മെക്ലാരൻ്റെ മൂവ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്ത പോലത്തെ തരത്തിൽ, അതായത് കാർബൺ ഫൈബർ തന്നെയാണ്. നമ്മുടെ സൈഡ് വ്യൂ മിറേഴ്സ് കാണാം, വീലുകൾ, അതിനകത്ത് മെക്ലാരൻ്റെ ബ്രേക്ക് കാലിപ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ 765 LT എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 19 ഇഞ്ച് വീലുകളാണ്. ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ നല്ല രസമുണ്ടല്ലേ, ശരിക്കും ഒന്നിടവിട്ട് ഒരു സിൽവർ ഫിനിഷൊക്കെ കൊടുത്ത് കുറച്ചുകൂടി, അതായത് ശരിക്കും കറങ്ങുന്ന സമയത്ത് മൊത്തം വൈറ്റായി കാണാൻ അത് സഹായിക്കുമെന്നുള്ളതാണ്. 765 LT എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു എയർ സ്കോപ്പ് കാര്യങ്ങൾ കാണാം. ഇവിടെയും നമുക്കൊരു എയർ വെന്റിലേറ്റഡ് ഭാഗങ്ങൾ, അത് ആ ടയറിൽ നിന്നുള്ള എയറിനെ പുറത്തേക്ക് സക്ക് ചെയ്ത് കളയുന്നു. അതുപോലെ മുകളിൽ നിന്ന്, അതായത് നമ്മുടെ ബോണറ്റിൽ നിന്ന് വരുന്ന എയറിനെ ഇതുവഴി കടത്തി പുറത്തേക്ക് തള്ളിക്കൊടുക്കുന്നു. അതായത് തള്ളിക്കൊടുക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് വീലിൻ്റെ ഭാഗത്തേക്കാണ്. ഇത് നമ്മുടെ എഞ്ചിൻ ബ്രീത്തിങ്ങിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഇവിടെയും കാർബൺ ഫൈബർ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഈ ഒരു റൂഫ് ഭാഗം ശരിക്കും ഒരു കൺവേർട്ടബിൾ മോഡലാണ്, റോഡ്സ്റ്റർ നമ്മൾ വിശേഷിപ്പിക്കുന്ന തരത്തിൽ ബ്ലാക്ക് ഭാഗമായിട്ട് കൊടുത്തു. 765 LT എന്ന് പറയുന്നൊരു ഭാഗം കാണാം. അത് എഞ്ചിൻ സൈഡ്, അവിടെ കുറച്ച് ഹീറ്റ്, അത് ഹീറ്റിനെ പുറന്നുള്ളതിനുള്ള ഭാഗമായിട്ടാണ് കൊടുത്തുള്ളത്. റിയർ സ്പോയിലർ അത്യാവശ്യം വലിയ സ്പോയിലറാണ്, സാധാരണ കാർബൺ ഫൈബറിലാണ് ക്രമീകരിച്ചുള്ളത്. അതുപോലെ തന്നെ 4 എക്സോസ്റ്റ് ടിപ്പുകളും നമുക്കിവിടെ കാണാം. 4ഉം ഫങ്ഷനിങ് ആണ്. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് നമ്മളിത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത്ര ഇതായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ടെയിൽ ലാമ്പ് യൂണിറ്റ് അത് വളരെ സ്ലിം ആയിട്ടാണ് കൊടുത്തത്. ശരിക്കും സ്പോയിലർ വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിനോട് ക്ലോസ് ആയി നിൽക്കുന്ന തരത്തിലാണ്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ എയറും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ ഭാഗം കംപ്ലീറ്റ്ലി ഓപ്പണായി കീപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി ഹീറ്റ് കൂടുതലായിരിക്കും എന്നതാണ് മെക്ലാരൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും. അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫ്യൂസർ അത് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ അതുപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള യുണീക്ക് ഡിസൈൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പാറ്റേൺ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഉൾഭാഗത്തായിട്ട് ഇവിടെ ജസ്റ്റ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇലക്ട്രോണിക്കലി അൺലോക്ക് ആവും. ബാക്കി നമ്മൾ മുകളിലേക്ക് പൊക്കി കൊടുക്കുക. സൂയിസൈഡ് ഡോറുകളാണ് വന്നിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളൊന്നും കാര്യമായിട്ടില്ല, എന്നാൽ പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തു. അതായത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇനി ഇവിടെ കുറച്ച് ബട്ടണുകളുണ്ട്. ഇത് ഫ്രണ്ടും അതുപോലെ തന്നെ ട്രങ്കും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടണാണ്. അതുപോലെ തന്നെ ടോയിങ് ഹുക്കിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ കുനിഞ്ഞ് അകത്തുനിന്ന് ഓപ്പൺ ആക്കുന്നതിന് പകരം നല്ലൊരു പ്ലേസ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടോ. അതുപോലെ ഇവിടെ നോക്കിയാൽ അതൊക്കെ ഒരു ബ്ലാക്ക് തീമിലാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഒരു പ്രീമിയം റിച്ച് ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ വാഹനത്തിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഇതിൻ്റെ സീറ്റുകളാണ് എന്നുള്ളത്. ഗംഭീര സീറ്റിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തത്. ശരിക്കും ഒരു കാർബൺ ഫൈബർ ഇതിനകത്താണ് ഈ സീറ്റിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഇതൊരു കാർബൺ ഫൈബറിലാണ് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് പാർട്ട് ബൈ പാർട്ടുകളായിട്ടാണ് ഈ സീറ്റ് അൽക്കണ്ടാറ മെറ്റീരിയൽസ്, അതായത് ഒരു കുഷ്യൻ സാധനം വെച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ല, ഗംഭീര പെർഫോമൻസ് സീറ്റ്. ഞാൻ കണ്ടതിൽ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് സീറ്റുകളൊന്നും മെക്ലാരൻ്റെ സീറ്റുകളാണ് എന്ന് പറയാം. അതിന് മുമ്പ് ഈ സൈഡ് കാര്യങ്ങളൊക്കെ പറയാം, ഇവിടെയൊക്കെ ഈ കാർബൺ ഫൈബർ മെറ്റീരിയൽ കൊണ്ട് റിച്ച് ആണ്. അപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്ന എയർ ഫ്ലോ ചെയ്തുമ്പോൾ ആ ഭാഗത്ത് അത് ശരിക്കും ഇവിടെ വലിയ ഒരു ഇതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കാർബൺ ഫൈബർ മെറ്റീരിയലാണ്. അതിനകത്ത് മെക്ലാരൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്ക് മെക്ലാരൻ 765 LT എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ക്രമീകരിച്ചിട്ടുണ്ട്. ഞാനിതിനകത്തേക്കൊന്ന് കയറിയിരിക്കാം കേട്ടോ. സീറ്റിലിരിക്കാൻ തോന്നിയിട്ട് കുറച്ച് നേരമായി.
അടിപൊളി. ക്യാമറമാൻ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാട്ടോ അതിനകത്തേക്ക് കയറിയത്. മോനെ ഒരു രക്ഷയില്ല, ഗംഭീര സീറ്റിംഗ് പൊസിഷൻ. ശരിക്കും ബാക്ക് പെയിന് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് ഇരിക്കാം. കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മളെ ബാക്ക് ബോണിനൊക്കെ അതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിർത്തുന്നുണ്ട്. ശരിക്കും ഒരു എന്താ പറയുക മെഡിക്കൽ സീറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ തരത്തിലാണ് ഇത് ക്രമീകരിച്ചുള്ളത്. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി സീറ്റ് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ബട്ടണുകളുണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ ഫ്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ തന്നെ ലോക്ക് ബട്ടൺ, അതുപോലെ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ അതായത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ ഫോൾഡ് ചെയ്യാനുള്ള ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കൂടുതൽ ഞാൻ കാണിക്കാം. AC വെൻറ്റുകൾ ഇവിടെ കാണാം. ഈ AC വെൻറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ വാഹനത്തിനകത്ത് ആകെ 3 AC വെൻറ്റുകളേ ഉള്ളൂ. ഒന്ന് ഇവിടെ, ഒന്ന് 2, അവിടെ ഒന്ന് 3. ഇവിടെ സാധാരണ ഇതിൽ 2 ഉണ്ടാവില്ല, അതില്ല. പക്ഷേ ഈ ഭാഗത്ത് ഇത് ശരിക്കും AC വെൻ്റ് തന്നെയാണ്. പക്ഷേ ഇതേപോലെ എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് എന്നതാണ്. ഇത് ഡ്രൈവറുടെ സൈഡിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തൊന്നും AC വെൻ്റ് ഇല്ല. കൊള്ളാം. അതുപോലെ സ്റ്റിയറിംഗ് വീല് അൽക്കണ്ടാറ മെറ്റീരിയലും അതുപോലെ തന്നെ കാർബൺ ഫൈബറും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സെലക്ടറും കാണാം. ഇനി ഈ വാഹനത്തിനകത്ത് നമ്മളിപ്പം ഇഗ്നിഷൻ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പുറത്തേക്ക് ഓപ്പൺ ആയിട്ട് വരും. അടിപൊളി. അതിനകത്തൊരു മക്ലാരനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് നൈസല്ല സംഭവം. ശരിക്കും ഈ വാഹനം ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടോ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വരും. ഇപ്പോഴാണ് ഞാൻ ഇഗ്നിഷൻ ഓൺ ചെയ്തത്. അപ്പോൾ സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ വന്നു. ഇതായിട്ട് ഇതിൻ്റെ കീ വരുന്നത്. ഓക്കെ, ലോക്ക് ബട്ടൺ ഉണ്ട്, ഫ്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ 765 LT എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും ഇതിനകത്ത് കാണാൻ കഴിയും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാം. വിഷ്വൽസ് അതിനുള്ളതാണ് ഈ താഴത്തെ ബട്ടൺ. ട്രിപ്പ് മീറ്ററും ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓരോതനുസരിച്ച് നമുക്ക് തന്നെ ചേഞ്ച് ആക്കാനുള്ള സെലക്ഷൻ ബട്ടൺസും കാര്യങ്ങളൊക്കെ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് അതൊക്കെ ശരിക്കും ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ക്ലസ്റ്ററുകളാണ്. എല്ലാം ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുപോലെ ഇവിടെ നോക്കിയാൽ ഇത് ശരിക്കും ട്രാൻസ്മിഷൻ സൈഡാണ്. അവിടെ നമുക്കൊരു ഹാൻഡിലിൻ്റെ ഉള്ളിൽ ട്രാൻസ്മിഷനെ ഭംഗിയായി ഘടിപ്പിച്ച പോലെ എനിക്ക് തോന്നി. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ് തുടങ്ങിയ, അതുപോലെ ഹസാർഡ് ലാമ്പ്, ലോഞ്ചിൻ്റെ ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. AC കൺട്രോളുകൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ബട്ടണും അതുപോലെ തന്നെ റോട്ടറി സ്വിച്ചുകളും അതുപോലെ ഒരു വെർട്ടിക്കൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. AC കൺട്രോൾ, മാനുവൽ ഗിയർ ബോക്സിൻ്റെ കൺട്രോൾ, ആക്റ്റീവ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കാണാം. എയറോ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ റൂഫ് കൺട്രോൾ ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ ആയി വരുന്ന നോക്കിയാൽ യെസ്, അത് ഫുള്ള് ക്ലോസ് ആയി. നൈസ്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫോൾഡ് ചെയ്യുകയും ചെയ്യാം. ബാക്ക് ഓപ്പണായി ഇതെല്ലാം അതിനകത്തേക്ക് പോയി നല്ല വൃത്തിയിൽ പാക്കായി. നൈസ്. ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും നല്ല ഫിനിഷിലല്ല, അകത്തേക്ക് പോയി ക്ലോസ് ചെയ്താണെന്നൊക്കെ പെട്ടെന്ന് പുറത്തു നോക്കിയാൽ പോലും മനസ്സിലാവാത്ത തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നൈസായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡർ കാണാം. ഉണ്ടോ, ഒരു കപ്പ് ഹോൾഡർ. അതേപോലെ ഒരു കപ്പ് ഹോൾഡർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് കാണാത്തതാണ്. എല്ലാം ഒരു അൽക്കണ്ടാറ മെറ്റീരിയൽ കൊണ്ട് റിച്ച് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു 765 LT എന്ന് പറയുന്ന ഒരു ബാഡ്ജ് ഇങ്ങനെ കാണാൻ പറ്റുമെന്നാണ്. അടിപൊളി. നൈസ് ഇൻറ്റീരിയർ, പ്രീമിയം, ലക്ഷറി, പെർഫോമൻസ് ഓറിയൻറ്റഡ്, നീറ്റ് ആൻഡ് ക്ലീൻ, ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ അതിഗംഭീരം എന്നൊക്കെ വേണമെങ്കിൽ ഈ ഇൻറ്റീരിയറിനെ വിശേഷിപ്പിക്കാം. നിലവിൽ ഇതിൻ്റെ എൻജിൻ കാണാനുള്ള ഒരു സൗകര്യം നമുക്കില്ല. പക്ഷേ ഈ വാഹനത്തിനകത്ത് 755 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു V8 4 ലിറ്റർ എഞ്ചിനാണ് ഉള്ളത് എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. സ്റ്റുബീസ് മോട്ടോഴ്സിൽ ഇപ്പം ഈ വാഹനം സെയിലുള്ളത് 2.2 മില്യൺ UAE ദിർഹത്തിനാണ്. അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ സ്റ്റുബീസ് മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സൗഹൃദത്തിൽ ആരെങ്കിലും ഒരു മക്ലാരനൊക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്റ്റുബീസ് മോട്ടോഴ്സിന്. നല്ല ഒരുപാട് കളക്ഷൻസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കിളി വരും, അമ്മാതിരി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മക്ലാരനെ കുറിച്ച് വളരെ പെട്ടെന്ന് വളരെ ഷോർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.